രാഷ്ട്രീയ നിരീക്ഷകൻ NP ചേക്കുട്ടി കൂടെ ചേർന്നുണ്ട്. ശ്രീ NP ചേക്കുട്ടി, 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ഇനി മകൻ MLA ആയി തുടരും. അങ്ങനെ നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് LDFിന്റെ സിറ്റിംഗ് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ UDFന് അതൊരു ഇരട്ടി മധുരം തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിലൊക്കെ അൻവർ എന്നൊരു ഡിസൈനർ, അത് നിലമ്പൂരിൻ്റെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തികഞ്ഞ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. ഇനി ബേപ്പൂരിൽ കാണാമെന്ന ഒരു പ്രതീക്ഷ നൽകി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൻവർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. പലതവണയും ഈ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നതൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു തൻ്റെ സ്വയം അനിവാര്യമാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതിൽ രാജിയിലൂടെ പിണറായി സർക്കാരിൻ്റെ ഒരു ജനപ്രീതിയുടെ ഒരു ലാസ്റ്റ് ഒരു കോട്ട തകർക്കുക എന്നൊരു ലക്ഷ്യം, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ അൻവർ പുതിയൊരു തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ പുതിയൊരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി UDFിനൊപ്പം ചേരുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലവിലെ അൻവർ എന്ന നിലമ്പൂരിലെ ഒരു ഡിസൈനറെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അൻവർ നിലമ്പൂരിൽ ഒരു കരുത്തുള്ള സാന്നിധ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വളരെ വ്യക്തവുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയാണ്. ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. വ്യക്തിഗതമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുള്ള പ്രദേശമാണ്. മാത്രമല്ല MLA ആയിരിക്കുന്ന സമയത്തും അല്ലാതെയും ആ പ്രദേശത്തുള്ള വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഒരു ആശുപത്രി കേസായാലും ശരി, മറ്റെന്തെങ്കിലും വിഷയങ്ങളായാലും ശരി, അതിലൊക്കെ തന്നെ സാധാരണ നിലയിൽ അൻവർ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഇന്നും അദ്ദേഹം നിലനിർത്തുന്ന തെളിവാണ്. ഏതാണ്ട് 20,000 വോട്ട് അദ്ദേഹം അവിടെ പിടിച്ചത്. പക്ഷേ പ്രശ്നം നിലമ്പൂരിന് പുറത്തുള്ള കേരളത്തിൽ, ഈവൻ മലബാർ പ്രദേശത്ത് പോലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അത്തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളല്ല. ഉദാഹരണത്തിന് അൻവറിന്റെ നിലമ്പൂരിൽ അദ്ദേഹം നടത്തിയ മീറ്റിങ്ങുകൾ, അദ്ദേഹം രാജിവെച്ചതിന് ശേഷം നിലമ്പൂരിൽ അദ്ദേഹം നടത്തിയ മീറ്റിങ്ങുകൾ വളരെ വമ്പിച്ച വിജയമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കോഴിക്കോട്ടൊരു മീറ്റിംഗ് നടത്തിയിരുന്നു, കോഴിക്കോട് സിറ്റിയിൽ ഓതരക്കുളത്ത് നടത്തിയിരുന്നു. പക്ഷെ അത് വളരെ പരിമിതമായ ഒരു ഇമ്പാക്ട് മാത്രം ഉണ്ടാക്കി അങ്ങനെ അധികം ആളുകളൊന്നും അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് നിലമ്പൂരിലും അതുപോലുള്ള പരിസര പ്രദേശങ്ങളിലും അൻവറിന്റെ സ്വാധീനം യഥാർത്ഥത്തില് മലബാറിന്റെ മറ്റ് മേഖലകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അൻവർ എന്ന രാഷ്ട്രീയ പ്രതിഭാസം ആ പ്രദേശത്ത് 2-3 മണ്ഡലങ്ങളിൽ അൻവർ ഒരു സ്വാധീന ശക്തി തന്നെയാണെങ്കിൽ പോലും മറ്റു പ്രദേശങ്ങളിൽ അൻവർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കഥാപാത്രമായിട്ട് കാണാൻ കഴിയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം അൻവർ രൂപീകരിക്കുകയാണെങ്കിൽ UDFിനകത്ത് അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട്, വലിയ സാധ്യത തന്നെയായിരിക്കും. നേരെ മറിച്ച് അമിതമായിട്ടുള്ള അവകാശവാദങ്ങളുമായിട്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിലമ്പൂരിൽ 10-ൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിലമ്പൂർ സീറ്റ് ജയിച്ചിരിക്കുന്നത് അൻവർ അല്ല, UDF ആണ്. അപ്പം നിലമ്പൂരിൽ പോലും UDF എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അൻവറിന്റെ പിന്തുണ ഇല്ലാതെയും UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ തിരുവമ്പാടിയിലും മറ്റു മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ അൻവർ എത്ര കഠിനമായി ശ്രമിച്ചു കഴിഞ്ഞാലും UDFിന്റെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതായിരിക്കും ഒരു പൊളിറ്റിക്കലി റിയലിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDFുമായിട്ട് ചേരുന്നത് 2 കൂട്ടർക്കും നല്ലതാണ്. അഥവാ ഇനി അദ്ദേഹം UDFിനെ തള്ളി പറയുകയാണെങ്കിൽ അത് ഒരിക്കലും UDFിന്റെ ഭാവി സാധ്യതകൾക്ക് ഒരു വിഘാതമാവാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അൻവറിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണ്. നിലമ്പൂരിലെ ഒരു സ്പെഷ്യലിസ്റ്റാണ് അൻവർ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? കാരണം ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് പ്രവർത്തനം അൻവർ നടത്തിയിരുന്നു. മാത്രമല്ല അതിൽ നിന്നും മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ വ്യത്യസ്തമാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ അൻവറിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത്, ഷൗക്കത്തിനെ നിലമ്പൂരിൽ MLA ആക്കുന്നത് തടയാൻ സാധിച്ചില്ല. അത് വാസ്തവത്തിൽ നടന്നു. പക്ഷേ LDFിൻ്റെ പരാജയത്തിന് കാരണക്കാരനായി അൻവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ വിജയമായി കണക്ക് കൂട്ടുകയാണ്. അത് എത്രത്തോളം ശരിവെക്കാൻ പറ്റും? മാത്രമല്ല ഇനിയുള്ള അൻവറിന്റെ യാത്ര അത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേരെന്തെന്നറിയോ? തൃണമൂൽ കോൺഗ്രസ് ആണ്. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ വോട്ടുണ്ട്, എത്ര പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പർമാരുണ്ട്, എത്ര MLAമാരുണ്ട്? ഒന്നുമില്ല. ബംഗാളിൽ 42 MP മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ബംഗാളിൽ നിന്ന് കുറെ തൊഴിലാളികൾ ഇവിടെ പണിക്ക് വരുന്നുണ്ട്. അവർക്ക് കേരളത്തിൽ വോട്ടുണ്ടെങ്കിൽ കുറച്ച് വോട്ടുണ്ടാവും. അതല്ലാതെ വേറെ ആർക്കാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരിൽ കേരളത്തിൽ വോട്ടുള്ളത്?
പിന്നെ രണ്ടാമത്തെ കാര്യം, അൻവർ വ്യക്തിഗതമായിട്ട് കുറച്ച് പണവും സ്വാധീനവും ഒക്കെ ഉള്ള ആളാണ്. ആ നിലയ്ക്ക് നിലമ്പൂരിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇനി നാളെ അദ്ദേഹം തിരുവമ്പാടി പോയി നിൽക്കട്ടെ, തിരുവമ്പാടി അദ്ദേഹം ഇത്രയും വോട്ട് പിടിക്കില്ല. അദ്ദേഹം വേറി വന്നാൽ 2000-3000 വോട്ട് തിരുവമ്പാടി പിടിക്കുള്ളൂ. അല്ലെ അതിന് തൊട്ടപ്പുറത്ത് പിന്നെ മങ്കടയോ വേറെ എവിടെയും പോയി നിൽക്കട്ടെ, ബേപ്പൂര് വന്ന് നിൽക്കട്ടെ, അവിടെയൊക്കെ 2000 വോട്ടിന് താഴെ മാത്രമാണ് അൻവറിന് കിട്ടാൻ സാധ്യതയില്ല. കാരണം അൻവർ എന്ന രാഷ്ട്രീയ പ്രതിഭാസം നിലമ്പൂരിലും പരിസരങ്ങളിലുമുള്ള ഒരു പ്രത്യേകമായ സവിശേഷമായ അന്തരീക്ഷത്തിലുള്ളതാണ്. അവിടെയുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അവിടെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, അവിടെയുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം ദീർഘകാലമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ കോഴിക്കോട്ടോ അല്ലെങ്കിൽ പിന്നെ ഈവൻ പിന്നെ മഞ്ചേരിയോ തിരൂരോ താനൂരോ പിന്നെ ബേപ്പൂരോ വടകരയോ അവിടെയുള്ള പ്രദേശങ്ങളിലൊന്നും അൻവർ ആ തരത്തിൽ സ്വാധീനമില്ല. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ രാഷ്ട്രീയമായിട്ട് UDF-ന്റെ കൂടെ നിൽക്കുന്നത് ശരിയായ ഒരു നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ എന്നുള്ള സർക്കാരിനെതിരായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട്, ജനപക്ഷപാതത്തിനെതിരായിട്ട്, പോലീസിന്റെ വീഴ്ചക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ട് ഉറച്ചു നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് അൻവർ. പ്രതിപക്ഷവും അതിനെയാണ് പറയുന്നത്. ആ നിലയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദവും അൻവറിന്റെ ശബ്ദവും ഒന്നിച്ച് നീങ്ങേണ്ടതാണ്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് അൻവർ അസ്തമിച്ചു പോകും എന്നൊരു റിയാലിറ്റി നമുക്ക് കാണാതിലൂടെ. നാളെ ഇപ്പം 2026 തെരഞ്ഞെടുപ്പിൽ അൻവർ എവിടെ നിന്ന് കഴിഞ്ഞാലും UDF പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. തൃണമൂലിന് മാത്രം സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് ഒരിടത്തും കേരളത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് UDF വഴി സഹകരിച്ചു പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പുള്ള ഒരേ ഒരു വഴി. അല്ലെങ്കിൽ അൻവർ അപ്രസക്തനായിട്ട് പോകും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ NP ചേക്കുട്ടി അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.